അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 83. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു തീനിലൂടെ വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. അതായത് മനുഷ്യ ജീവിതമാകുന്ന ആ നീണ്ട പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 4 ചാപ്റ്ററുകളാണ് ആദം നബിയുടെയും നൂഹ് നബിയുടെയും മൂസാ നബിയുടെയും നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്ന അതിമഹത്തായ 4 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്ത് മനുഷ്യകാലം സാക്ഷിയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് അത്യുത്തമമായ രൂപത്തിലും കോലത്തിലും ഘടനയിലുമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത്, അതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലും ഘടനയിലുമാണ് നമ്മൾ പടച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പ്രസ്താവിക്കുകയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തസ്വീർ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ, സുന്ദരമായ രൂപത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ സുന്ദരമായ രൂപത്തിൽ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അതും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഫീ അഹ്സനി തഖ്വീം, സുന്ദരമായ രൂപത്തിലും ഘടനയിലും എന്നാണ് അള്ളാഹു സംസാരിക്കുന്നത്. തഖ്വീം എന്ന് പറയുമ്പം സൂറത്തിൽ മാത്രം, രൂപത്തിൽ മാത്രം സുന്ദരമാണെന്നല്ല, സൗന്ദര്യത്തോടൊപ്പം സൗകര്യമുള്ള ഘടനയുമാണ് മനുഷ്യ സൃഷ്ടിപ്പിനുള്ളത് എന്നതാണ്. മയിലിനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു പരിഗണിച്ച സൗന്ദര്യം മാത്രമല്ല, അല്ലെങ്കിൽ തത്തയെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സൗന്ദര്യം മാത്രമല്ല, ഞണ്ടിനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സൗകര്യം മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സൗന്ദര്യം പരിഗണിക്കപ്പെടുമ്പോൾ അത്രമേൽ സൗകര്യം പരിഗണിക്കുമ്പോൾ അത്രമേൽ സൗന്ദര്യം പരിഗണിക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് സൗന്ദര്യം പരിഗണിക്കുമ്പോൾ അത്രമേൽ സൗകര്യം പരിഗണിക്കപ്പെടാൻ കഴിയില്ല. എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പ് പരിശോധിക്കുമ്പോൾ സൗന്ദര്യവും സൗകര്യവും 100% ഒത്തിണങ്ങിയ രൂപത്തിലാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. ലോകത്തേറ്റവും വലിയ സുന്ദരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനാണ്. മനുഷ്യേതര ജന്തുക്കളിലൊന്നും മനുഷ്യന്റെ അത്ര സൗന്ദര്യമുള്ള ഒന്നുമില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായൊരു ചോദ്യം വരും, പിന്നെ എന്തിനാണ് കാഴ്ച ബംഗ്ലാവുകളിൽ പറവകളെയും ജന്തുക്കളെയും ഒക്കെയാണല്ലോ വിന്യസിപ്പിച്ചത്? അത് മനുഷ്യന് കാണാൻ, മനുഷ്യേതര ജന്തുക്കളിലുള്ള വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ തെളിഞ്ഞ കണ്ണാടിക്ക് മുമ്പിൽ ആ മനുഷ്യൻ നിന്നാൽ അവനോളം സൗന്ദര്യമുള്ള ഒന്നുമില്ല. ഇനി മാത്രവുമല്ല, മനുഷ്യ സൃഷ്ടിപ്പിൽ പല വിഭാഗം ആളുകളും, ഈജിപ്തുകാർ മറ്റൊരു രൂപമാണ്, സുഡാനികൾ മറ്റൊരു രൂപമാണ്, കേരളീയർ മറ്റൊരു രൂപമാണ്. ഈ സൗന്ദര്യത്തോടൊപ്പമുള്ള ഈ ഒരു വൈവിധ്യം, അതൊക്കെ ഇവിടെ സത്യത്തിൽ ഒരുക്കുകയാണെങ്കിൽ അതിലും വലിയ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന, കാഴ്ചയൊരുക്കുന്ന മറ്റൊരു സംഗതിയും ഉണ്ടാവില്ല. കാര്യം ഉറപ്പാണ്. എങ്കിൽ
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണ് ഇതൊക്കെ കാണാൻ പോകുന്നതും കാണാൻ മറ്റുള്ളവർക്ക് വേദിയൊരുക്കുന്നതും എന്നതുകൊണ്ട് മനുഷ്യനെ പിടിച്ചിതുപോലെ കൂട്ടിലിട്ട് മറ്റുള്ളവർക്ക് കാഴ്ച വസ്തുക്കളാക്കാൻ പറ്റില്ല എന്നതുകൊണ്ടും മറ്റു വസ്തുക്കളെ മാത്രം പിടിച്ച് കാഴ്ച വസ്തുക്കളാക്കി എന്നേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള സാധനം മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനോളം സൗന്ദര്യമുള്ള ഒന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന വചനത്തിലൂടെ പഠിപ്പിച്ചതും ആദ്യമായി ഇതുതന്നെയാണ്. ഇതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മൂസൽ ഹാഷിമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് അയാളുടെ ഭാര്യയോട് വലിയ സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഭാര്യയോടൊത്തിരുന്ന് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുമായി കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളെ സുഖിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു, ഭാര്യയോട് അദ്ദേഹം തമാശയായി പറഞ്ഞു, അന്തി ത്വാലിഖുൻ സലാസ ഇല്ലം തകൂനി അഹ്സന മിനൽ ഖമർ. മാനത്ത് കാണുന്ന ആ പൊന്നമ്പിളിയേക്കാൾ, അതൊരു നിലാ പെയ്യുന്ന രാവിലായിരുന്നു, നിലാവുള്ള രാവിൽ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത് എന്ന് ചരിത്രം പറയുന്നത് കാണാം. ആകാശത്തുള്ള അമ്പിളിയെ നോക്കിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു, എടി, ആ കാണുന്ന മാനത്തുള്ള അമ്പിളിയേക്കാൾ നീ സുന്ദരിയല്ലെങ്കിൽ നീ 3 വട്ടം ത്വാലിഖാണ്, വിവാഹമോചിതയാണ്, നീ 3 വട്ടം ഞാനുമായി ബന്ധം പിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളുടെ വിശ്വാസപ്രകാരം ഇയാൾക്ക് ഇവളോടുള്ള മഹബത്ത് കൊണ്ട് അമ്പിളിയേക്കാൾ സൗന്ദര്യമുണ്ട് ഇയാളുടെ ഭാര്യ എന്നാണ് അയാൾക്ക് തോന്നിയത്. ആ അർത്ഥത്തിലാണ് അങ്ങനെ സംസാരിച്ചതും. പക്ഷേ പറഞ്ഞു പെട്ടു. സൂക്ഷ്മതയുള്ള ഭാര്യ, ഇതെന്റെ ത്വലാഖിന്റെ വചനമാണ്, ഞാൻ ത്വാലിഖായിട്ടുണ്ട്, അതും ഇനി തിരിച്ചെടുക്കാൻ പോലും പഴുതില്ലാതെ മറ്റൊരാൾ കല്യാണം ചെയ്ത് ബന്ധം പുലർത്തി ഒഴിവാക്കി ഇദ്ദ കഴിഞ്ഞെങ്കിലേ പുതിയ നിക്കാഹിലൂടെ തിരിച്ചെടുക്കാൻ പറ്റൂ. അത്രയും പ്രശ്നാധിഷ്ഠിതമായ രൂപത്തിലാണ് നിങ്ങൾ 3 തലാഖും ഒരുമിച്ച് ചൊല്ലിയത്, ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഭാര്യ ഇയാളെ തൊട്ടോടി. ഇയാൾ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാൻ നിന്നോടുള്ള മഹബത്ത് കൊണ്ട് പറഞ്ഞതാണ്. അതൊന്നും ഭാര്യ കേട്ടില്ല. അന്നത്തെ രാത്രി അയാൾ സങ്കടപ്പെട്ടുറങ്ങി. ഇമാം ഖുർത്തുബി പറയുന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്ന സംഭവമാണിത്. മൻസൂർ രാജാവ്, അബൂ ജഅഫറിൽ മൻസൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മൻസൂർ രാജാവിന്റെ കോടതിയിൽ ചെന്ന് അദ്ദേഹത്തോട് സങ്കടം ബോധിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഈ ത്വലാഖ് പോയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്ക് മതപണ്ഡിതരെ വിളിച്ച് ഫത്വ അന്വേഷിക്കാം. എല്ലാവരെയും വിളിച്ചു വരുത്തി. അമ്പിളി മാമനേക്കാൾ നീ സുന്ദരിയല്ലെങ്കിൽ 3 വട്ടം നീ ത്വാലിഖാണ്, വിവാഹമോചിതയാണ്, നിന്നെ ത്വലാഖ് ചൊല്ലി പിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിക്കാഹ് പോകുമോ, ത്വലാഖ് സംഭവിക്കുമോ എന്നതാണ് ചോദ്യം. എല്ലാവരും ഫത്വ കൊടുത്തു, ത്വലാഖ് പോയിരിക്കുന്നു, ഇനി അവളെ കല്യാണം കഴിക്കണമെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കണം, എന്നിട്ട് അവനുമായി ബന്ധം പുലർത്തി അവൻ ഒഴിവാക്കി ആ ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം പുതിയ നിക്കാഹിലൂടെ മാത്രമേ ഇനി അവളെ സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. പൊല്ലാപ്പായി. കൂട്ടത്തിൽ ഒരാലിം മാത്രം മിണ്ടുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. അയാളോട് മൻസൂർ രാജാവ് ചോദിച്ചു, മാലക്കലാ തതകല്ലം, ഇവരൊക്കെ ഫത്വ തന്നിട്ടും നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരനായ ആ പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഇവരുടെ ഫത്വക്കെതിരായിട്ടാണ് ഫത്വ പറയാനുള്ളത്. ഇയാൾ പറഞ്ഞത്, ഭാര്യയോട് നീ അമ്പിളിയേക്കാൾ സുന്ദരിയല്ലെങ്കിൽ 3 വട്ടം ത്വലാഖ് ചൊല്ലപ്പെട്ടിരിക്കുന്നു എന്നല്ലേ? അതിന് അമ്പിളിമാമനേക്കാൾ സുന്ദരൻ മനുഷ്യനല്ലേ? എന്നേക്കാൾ, ഈ പറഞ്ഞ ഫത്വക്കാരെക്കാളൊക്കെ ഇൽമുള്ള ഒരുത്തൻ ഈ വിഷയത്തിൽ നേരത്തെ ഫത്വ കൊടുത്തിട്ടുണ്ട്. ലഖദ് അഫ്താ ഫീ ഹാദാ മൻ ഹുവ അഅലമു മിന്നാ, ഞങ്ങളെക്കാളൊക്കെ വിവരമുള്ള ഒരാൾ ഈ വിഷയത്തിൽ നേരത്തെ ഫത്വ കൊടുത്തു കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതാണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിൽ സുന്ദരമായ കോലത്തിലാണ് നാം സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഇയാളുടെ ഭാര്യക്ക് തന്നെയാണ്, മനുഷ്യന് തന്നെയാണ് സത്യത്തിൽ ചന്ദ്രനേക്കാൾ, പൂർണ്ണ ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ളത്. ഈ നിലക്കാണ് ഞാൻ പറഞ്ഞത്. ത്വലാഖ് പോയിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉടനെ മൻസൂർ രാജാവ് പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ശരിയാണ്, വസ്തുനിഷ്ഠമായ അവതരണമാണ്, ഫത്വയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുക. ഭാര്യയുടെ അടുത്തേക്ക് മൻസൂർ രാജാവ് ആളെ വിട്ടു. ഇന്ന ആലിം നിങ്ങളുടെ ത്വലാഖ് പോയിട്ടില്ലെന്ന് ഫത്വ തന്നിരിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അവർ വീണ്ടും ഒരുമിച്ച് ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അവരെ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും അനുവദിച്ച വലിയ പൊല്ലാപ്പിനിടയിൽ നിന്ന് വീണ്ടും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ച ആയത്താണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന ആയത്ത്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ മനുഷ്യേതര ജന്തുക്കളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വ്യതിരിക്തനായി മനുഷ്യൻ തന്നെയാണ്. മനുഷ്യേതര ജന്തുക്കൾക്കൊന്നും മനുഷ്യന്റെ സൗന്ദര്യമില്ല. ഇനി കേവലം സൗന്ദര്യമാണെങ്കിൽ ഫീ അഹ്സനി തസ്വീർ എന്നാണ് പറയുക. അല്ല, സൗന്ദര്യത്തോടൊപ്പം മനുഷ്യനിൽ സൗകര്യവും കൂടെ മേളിച്ചിട്ടുണ്ട്. സൗകര്യം തകർത്തുകൊണ്ട് സൗന്ദര്യം തന്നിട്ടില്ല, സൗന്ദര്യം തകർത്ത് സൗകര്യവും തന്നിട്ടില്ല. എന്താണ് മനുഷ്യ ബോഡിയിലുള്ള സൗകര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.